ഞാനിപ്പോൾ ഉള്ളത് പയ്യന്നൂര് മാഗ്നം മാളിലാണ്. പിന്നെ നമ്മൾ ലിഫ്റ്റ് കയറി എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാല് ഇവിടെ ഒരു പുതിയ ഫുഡ് കോർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ വന്നത് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈവനിങ് ആയതുകൊണ്ട് ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചാണ് ഫുഡ് കോർട്ടിലേക്ക് പോയത്. ഇതിനാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നിർബന്ധം ഉണ്ടായത്. ഞാൻ ഒരു ചായപ്രാന്തി അല്ല ഗൈസ്. അപ്പം ഇവിടെ ഫുഡ് കോർട്ടിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ അബ്ദുലാണെങ്കിൽ അവിടെ കയറിയിട്ട് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലെ ഉണ്ടായത്. പിന്നെ അവിടെ ഓവർ നിന്നിട്ടില്ല, നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അത് 100 പ്രാവശ്യം നോക്കും. അപ്പൊ എന്നെ അബ്ദു വഴക്ക് പറയാറുണ്ട്. പക്ഷെ ഇതേ അവസ്ഥ ഇപ്പൊ ഇതിനും തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഞാനിത് ഇങ്ങനെ പറയായിരുന്നു. കണ്ടേരം ജസ്റ്റ് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ കയറി. അതായത് ഈ മാളിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത്. ഒന്നും ഇഷ്ടപ്പെടാത്തോണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടൂല ഗൈസ്. ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്. കാരണം എനിക്ക് ഡ്രസ്സ് എടുക്കുമ്പം എല്ലാം കൊണ്ടും സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കണം. ഇത് നമ്മൾ ഡ്രസ്സ് ഇടുമ്പോഴുള്ള കംഫർട്ട് ആയാലും റേറ്റ് ആയാലും പിന്നെ സിമ്പിൾ ആയിരിക്കണം, എന്നാൽ ഗ്രാൻഡ് ലുക്കും തോന്നിക്കണം. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് എനിക്ക് ഡ്രസ്സ് എടുക്കുന്ന ടൈമിൽ. ഇന്ന് ചായ കിട്ടാത്തോണ്ട് നേരെ ഇവിടെ കയറിയിട്ട് ചായയും കടിയൊക്കെ കഴിച്ചിട്ട് നമ്മള് നേരെ ജിമാലിലേക്ക് പോയി. ഇവിടെ ഞാൻ അധിക ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. കാരണം ഒറ്റ നോട്ടത്തിൽ എനിക്കെന്തോ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത പോലെ തോന്നി. നമ്മള് പയ്യന്നൂരിനോട് ബായ് പറഞ്ഞു. പിന്നെ പിറ്റേന്ന് ദിവസം പോയത് കാഞ്ഞങ്ങാടായിരുന്നു. ഫസ്റ്റ് നമ്മൾ പോയത് ശോഭികയിലേക്കായിരുന്നു. ഇവിടെ എത്തിയപ്പം മൊത്തം ഒരു ക്രിസ്മസ് വൈബാണ് ഉണ്ടായത്. നേരെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. പിന്നെ ഈ ഡമ്മിക്കിട്ട പീസ് നല്ല രസമില്ല കാണാൻ. പക്ഷെ എനിക്ക് അത്ര ഹെവി വേണ്ട, ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരുപാട് ഡ്രസ്സ് ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഗോൾഡൻ കളർ ചുരിദാർ നല്ല ഇഷ്ടമായിനി. ബട്ട് അത് ഭയങ്കര വലിയ സൈസ് ആയിരുന്നു. പിന്നെ അബ്ദുവിനെ നല്ലോണം ലൈക്ക് ആയത് ഈ റെഡ് ആയിരുന്നു. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഇത് ബ്രിക്ക് ഓറഞ്ച് നല്ല ഉണ്ടായിരുന്നു. പക്ഷെ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ഫസ്റ്റത്തെ കളർ ഈ ബ്രിക്ക് ഓറഞ്ച് ആണ് എടുത്തിരുന്നത്. പക്ഷെ എന്താ പറയാ, കണ്ട് കണ്ട് മടുത്ത് തന്നെ പറയും ഇപ്പൊ ആ കളർ. ഞാനങ്ങനെ ഒരുപാട് ലാഗ് എടുപ്പിക്കുന്നില്ല എന്റെ വീഡിയോ. കാഞ്ഞങ്ങാടിലെ ഏകദേശം ഷോപ്പിലൊക്കെ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സിന് വേണ്ടിയിട്ട്. പയ്യന്നൂര് മുതൽ കാഞ്ഞങ്ങാട് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എനക്കൊന്നും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല എനിക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടെന്ന്. ലാസ്റ്റ് ഫൈനലായിട്ട് ഒരു ഷോപ്പിലും കൂടി കയറാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. എനിക്ക് അവിടെ നിന്ന് കിട്ടലുണ്ട്. ബിഗ് ബോസിലുള്ള ജാസ്മിൻ ജാഫറൊക്കെ ഇവരെ ഡ്രസ് ചെയ്യുന്നു ബിഗ് ബോസിൽ ഉണ്ടാകുമ്പോൾ ഇട്ടുകൊണ്ടുണ്ടായത്. കാഞ്ഞങ്ങാടുള്ള ക്ലാസിക് കർവ് ഫൈനലി എനിക്ക് അവിടെ നിന്ന് ഒരു ഡ്രസ്സ് സെറ്റായി ഗൈസ്.